പിണറായി വിജയൻ മതേതര ചേരിയിലെ ഒറ്റുകാരനാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കൈപ്പമംഗലം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഴീക്കോട് എറിയാട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എറിയാട് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നടത്തിയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിച്ച് പുതിയ തലമുറയ്ക്ക് ഭാരതത്തിന്റെ സ്വതന്ത്ര സമര ചരിത്രത്തെ മറച്ചുപിടിക്കാനുള്ള RSSന്റെ ശ്രമത്തിന് കുടപിടിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. NIP നടപ്പാക്കുന്നതിനു വേണ്ടി അമിത്ഷായും നരേന്ദ്രമോദിയും പിണറായി വിജയനും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് വെളിവായിരിക്കുന്നത്. ഘടകകക്ഷിയായ CPIയെയും ഇടതുമുന്നണി കൺവീനറെ പോലും അറിയിക്കാതെ ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയ നീക്കത്തിലൂടെ RSS അജണ്ട ഒളിച്ചുകടത്തിയ പിണറായി വിജയൻ കേരളത്തിലെ ഭാവി തലമുറയോട് മാപ്പ് പറയണമെന്നും സലീം ആവശ്യപ്പെട്ടു. എറിയാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PM മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു. അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് KM സാദത്ത് സ്വാഗതം പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി PH മഹേഷ്, UDF കൺവീനർ PS മുജീബ് റഹ്മാൻ, പാർലമെന്ററി പാർട്ടി ലീഡർ PK മുഹമ്മദ്, PP ജോൺ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു, VM ഷൈൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അത് കൃത്യമായി പറയുമ്പോഴും ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അക്കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് മുൻകാല ചരിത്രമെല്ലാം നമ്മളോട് സൂചിപ്പിക്കുന്നത്. നാഗ്പൂർ പദ്ധതി എന്ന് RSSന്റെ നാഗ്പൂർ പദ്ധതി എന്ന് വിളിക്കപ്പെടുന്ന ഈ പദ്ധതി 2022 സെപ്റ്റംബർ 7 രൂപീകൃതമായി കേന്ദ്ര സർക്കാർ, മോഡി സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഭൗതിക നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി മോഡി സർക്കാർ കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന ഈ പദ്ധതി കിട്ടണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ അതിൽ NEP അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അംഗീകരിക്കണം എന്നുള്ളതാണ്. സഖാക്കളുടെ പ്രസംഗം കേട്ടിട്ടില്ലേ? വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാൻ, RSS വൽക്കരിക്കാൻ ഇവിടുത്തെ സർക്കാരുകൾ മുതിരുന്നു, അതിന് അനുവദിക്കില്ല എന്ന് തുടങ്ങിയ അവരുടെ ക്ലാസുകൾ. എന്നാൽ ഈ ക്ലാസുകളെല്ലാം സത്യമാണ് എന്ന് മുൻകാല ഈ പദ്ധതികൾ നടപ്പിലാക്കിയ BJP ഭരിക്കുന്ന മുഴുവൻ ഗവൺമെന്റുകളും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണിതില്? 1000 കൊല്ലം ഈ പദ്ധതി പ്രകാരം സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്ന ഇവിടുത്തെ വിഘടനവാദികളായി ഇവിടെ കാവ്യവൽക്കരണം എങ്ങനെയൊക്കെ പഠിപ്പിക്കും.